അപ്പോൾ എല്ലാവർക്കും അല്ലിയാൻ ഗെയിമിങ്ങിലേക്ക് സ്വാഗതം. മെഗെയിൻ നമ്മൾ വന്നിരിക്കുകയാണ് റോബ്ലോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് വുഡ് യു റാദർ അപ്പോൾ ഒരു ടവർ ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റീസൺ വെച്ചാൽ പിന്നെ പരീക്ഷയാണ്, പിന്നെ ഓരോ ഇതിൽ. അപ്പോൾ എല്ലാവരും പരീക്ഷ എഴുതിയില്ലേ? പരീക്ഷ എഴുതാണ്ടായിട്ടും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് വരെ ഗെയിം പ്ലേയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇത് എത്തിയിട്ടുണ്ട്, ഗെയിം പ്ലേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരെ ഫസ്റ്റ് നമുക്ക് ടവർ കയറിയോ ഗൈസ്? നമ്മൾ ഇതുവരെ ടവറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഒരു പരാതി വേണ്ട. ഫസ്റ്റ് തന്നെ ആരാ വേണ്ടേ? നമ്മൾ ബോയ് ആയതുകൊണ്ട് നമ്മൾ ബാസ്കറ്റ് ബോൾ പ്ലെയർ. അവിടെ യാതൊരു പ്രശ്നം ഉണ്ടായി. ഇത് നമ്മൾ സാധാരണ കുപ്പായം മാറ്റുണ്ട്, പക്ഷെ നമ്മൾ തലയെടുത്തിട്ടാണ് നമ്മൾ ചാടുക. അതുകൊണ്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല. അത് പെൺകുട്ടികളെ എന്തോ ഉണ്ടായിരുന്നു. സിംഗർ രസമൊന്നും ഉണ്ടാവില്ല എങ്കിലും എന്തോ തലയെടുത്തിപ്പോൾ ഇന്ന് കളിക്കുന്നത് തേങ്ങ പിടിച്ച് ഓടുന്ന പോലെ ഉണ്ട്. ചെക്ക് പോയിന്റ് എടുത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കിസ് ഉണ്ടോ? ഇതെല്ലാം ചെയ്ത് വെക്കുമ്പോൾ തന്നെ നാളെ ആവും. അപ്പോൾ ഗോക്കു ഫാൻസ് എല്ലാം ഉള്ളവർ വന്നോ വയസ്സ്? ഇത് ഗോക്കു വന്നിരിക്കുകയാണ്. ഇത് നമ്മളെ പുതിയ ഐറ്റം ഗോക്കു കേട്ടാ. ഗോക്കു ഉണ്ടോ? ഗോക്കുനെന്താ പവർ? ഇതാ ഇതേനു ഒരു ആനിമേഷനുള്ളൊരു ചാട്ടാണ്. ഗോക്കു ഫാൻസ് എല്ലാം കണ്ടോ വീഡിയോ? ഈ ടവർ കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. ടവർ കംപ്ലീറ്റ് ചെയ്യേണ്ട നമ്മൾ എടുക്കൂല. എടാ ഇതെന്താ ബ്ലോക്സിക്കോളയാ? ഇവിടെ ബ്ലോക്സിക്കോള കിട്ടി കുടിക്കാം. ഓ ഇത് ഇവന് മാത്രമേ ഉള്ളതാ. എൻ്റെ മോനെ, ഇത് ചാട്ടത്തിൻ്റെ ബ്ലോക്സിക്കോളയാ? എന്ത് കോള ഇത്? കുടിച്ച് ഞാൻ കുറച്ച്, പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഗോക്കുവിൻ്റെ ആണ് ബ്ലോക്സിക്കോള. കോള കുടിച്ചിട്ട് അടുത്ത ആഴ ബോഡി ബിൽഡർ ബ്രോ. നമ്മൾ ബോഡി ബിൽഡർ ഇതെന്താ നമുക്ക് ബോഡി ബിൽഡർ വരുന്നതാണില്ലടാ. ഇതേതോ ഹിന്ദിക്കാരനാ. എടാ മാറിക്കടാ ഹിന്ദിക്കാരാ. പോവാൻ കഴിയുന്നില്ല. ഓൻ്റെ ഹിന്ദി അവിടെ പറഞ്ഞിരുന്നു. എടാ മാറാ മുമ്പ്. ലൈഫ് കുറച്ച് പോയല്ലോ. എന്താ കയ്യിനെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാ? ഞാൻ വിചാരിച്ചു ബർഗർ ആയിട്ടാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പിലുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ വെറുതെ പോയാൽ മതി. ഇത് നമ്മൾ വെറുതെ പോകാറോടാ. എവിടെ ഇതെന്തോ നമ്മൾ തലക്ക് തട്ടുന്ന്. എൻ്റെ മോനെ, പക്ഷെ എൻ്റെ അമ്മോ ആടുന്ന് ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന സംഭവം നമ്മളെ നമ്മളിപ്പോൾ ഫുള്ള് ലെജൻഡ് 2-3 പ്രാവശ്യം കളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഗെയിമായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നത് ഗൈസ്. ഇത് കണ്ട എല്ലാം ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ട്രിക്കായിട്ട് കയറിപ്പോവാം. കണ്ട ആളെ കണ്ടോ ഗൈസ്? ഒരു ഹെലികോപ്റ്ററാണ് എനിക്ക് വേണ്ടത്. ഒരു ബ്ലോക്സിക്കോള കൂടിയുള്ള നല്ല ബ്ലോക്സിക്കോളിനെ കൊണ്ട് ഗുണം. എടാ ഇതെങ്ങനെയാടാ ഇത് ചാടാന്? ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും വീടിന് ഇങ്ങോട്ട് ഞാനില്ല. ഇനി മുതൽ നമ്മൾ ട്രംപ്. ട്രംപായില്ലടാ. അയ്യേ ഗായ്സ്, അറിയാണ്ട് മോഡലായി പോയി ഗൈസ്. ഒന്ന് റീസ്പോൺ അടിക്കേണ്ടി വരും. ഞാൻ റീസ്പോൺ അടിക്കും ഗൈസ്. ക്യാമറ നീക്കേണ്ടി വരില്ല. ചത്താലും നമ്മൾ ഇന്ന് പെണ്ണാവൂല ഗൈസ്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ കരാറ്. എല്ലും കൊട്ടായിട്ട് കിടക്കുന്ന നോക്കിയാൽ നമ്മൾ പ്രസിഡന്റ് ട്രംപ് ആയിരിക്കുന്നു. ട്രംപിൻ്റെ ടൈമിൽ ബോംബാ. അടിപൊളി. ട്രംപ് ബോംബിട്ട് ചാരാടെ കൊല്ലാൻ പോകും. എൻ്റെ മോനെ, ഞാൻ പോയി ചാടുന്ന ചത്ത് നിന്ന്. പക്ഷെ എൻ്റെ മോനെ ഇവിടെ ഒരു ബോംബ് ഇട്ടേക്കാം. ട്രംപിൻ്റെ ടൈമിലുള്ള ബോംബല്ലേ, വെറുതെ വേസ്റ്റ് ആക്കുന്ന എന്തിനാ കളിക്കാൻ പൊട്ടു. അടുത്ത ബോംബ് ഗെയിമിൽ വരട്ടെ. ബോംബ് കണ്ട എല്ലായിടത്തും ഇട്ടേക്ക് പൊട്ടിച്ചിട്ട് പോവാം.
എടാ കയറ ഇവിടെ ചത്ത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അതൊന്നും ഇപ്പം എൻ്റെ അവസ്ഥ. വെറുതെ അവിടെ ബോംബിട്ടെ ഒരാവശ്യമില്ലാണ്ട് വെറുതെ ബോംബിടാൻ എന്ത് പ്രശ്നമാണ് എനിക്ക്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കായോട്ടേക്ക് ഇട്ട് കൊടുക്കാം. കാര്യം തലയിലേക്ക് വീഴും. നല്ല ഐശ്വര്യത്തോടെ വീണേ. അയ്യൻ്റെ മോനെ ഭാഗ്യം. അയ്യോ ആടെ ചത്ത എന്നത് അങ്ങനെ. ബോംബ് കിട്ടി. ഇനി നമ്മളെന്തിനാണ് സംഭവം? ഈ ബോംബ് ഇടേണ്ട വയസ്സ് നമ്മളെ പ്രശ്നം തന്നെയാണ്. ബോംബിട്ടിട്ട് മതിയായി. പ്രസിഡന്റ് നമുക്ക് ട്രംപായിട്ട് പോകും. മാന്യനാണ് വയസ്സ്. മാന്യനാണ് വയസ്സ്. ഇത് ട്രോളിങ് ഉണ്ട് കണ്ടോ ട്രോളിങ് കണ്ടോ? ഇതാണ് പറയുക ട്രോളിങ് കേട്ടോ. നമ്മളിങ്ങനെ ആരും ട്രോൾ ചെയ്യാറ് നമ്മൾ നല്ല. ഇനി നമ്മൾ ആരാന്നാകുന്നതെന്ന് കണ്ടോ ഗൈസ്? ലെജൻഡ്, ലോകത്തെ ഏറ്റവും വലിയ ലെജൻഡ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ബോൾ മാത്രം സ്ക്വയറായിട്ട് എങ്ങനെയാണ് ഇവന്മാർ ഫുട്ബോൾ കളിക്കുന്നത്? ഇപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ എല്ലാം കഴിഞ്ഞല്ലേ? ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. പണ്ടായിരുന്ന ചാടാത്തെ സീക്രട്ട് ഏജൻറ്റ്. റൊണാൾഡോ ആയാൽ മയ്യന് സ്കില്ലിടുന്നുണ്ടോ? കണ്ട സ്കില്ലിട്ട് മാറ്റുന്ന ഇതാരാ ഇത്? ഇതൊന്നുമില്ലല്ലേ, ഇൻഫ്ലുവൻസറാ. വേണ്ട, അന്ന് നമ്മൾ ചത്താരും ആകില്ല. അവിടെ സീക്രട്ട് ഏജന്റ് ടൈമിൽ തോക്ക് പൊട്ടിച്ചാടാ അവിടെ ഇതൊന്നും തന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നേ പൊട്ടിക്ക പോയി ഉണ്ട പോകുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല എന്നെ കൊണ്ടല്ലേ. പോകാൻ ഏതായാലും തോക്കുണ്ട് വിചാരിച്ചിട്ട് പോവാ. സീക്രട്ട് ഏജന്റ് അല്ലേ നമുക്കിനി ബോംബും പിടിച്ചു പോവാം. പൊട്ട് ഇവിടുന്ന് ഒരു ബോംബ് ഇടാം. ഓടിക്കോ ഇടുന്നൊക്കെ വേണ്ട. ആടുന്ന് ഞാൻ ഇങ്ങോട്ട് പൊട്ടിച്ച വയസ്സ്. ആടുന്ന് വരുന്ന ആൾ ലക്കി ബ്ലോക്ക് ഇടുന്ന തുടങ്ങുന്ന വയസ്സ്. ലക്കി പക്ഷെ നമുക്ക് കിട്ടൂല, അതാണ് പ്രശ്നം. ഇവിടെ വന്നത് അയ്യേ എന്തോ ഒരു പണ്ടാരക്കാലിനെ കിട്ടി. ഇത് കുടിച്ച ഇത് ഹെൽത്ത് ആയിട്ടും കേൾക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പോയി നോക്കാം. ഈ ബ്ലോക്സിൽ അടിച്ചോട്ടെ. അത് അല്ലല്ലേ, എന്തിനാ ഈ ബോക്സുകൾ വെച്ച്? അയ്യേ ഒന്നും വലിയ കാര്യമില്ല. 6-7 ബ്രോ, 6-7 കോള പിടിച്ച് കയറിയാ പോയിട്ടില്ലേ? ലക്കി ബ്ലോക്ക് എടുക്കാം. എന്താ കിട്ടിയ ഇവനെന്തിനാണ് എൻ്റെ ബാക്കിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വരുന്നത്? മുകളിലെ ലെജൻഡായി പോയില്ല ഗൈസ്. എൻ്റെ അമ്മോ ഗായ്സ്, നമ്മൾ ലെജൻഡായി പോയില്ലെന്നാണ്. ഞാൻ സൂയിസൈഡ് ചെയ്യുന്ന ഗൈസ്. ഞാൻ സൂയിസൈഡ് മോഡിലുള്ള ഓക്കെ സൂയിസൈഡ്. നമ്മൾ കമ്മിറ്റഡ് സൂയിസൈഡായി. ചത്താലും നമ്മൾ പെണ്ണാവൂല, അതോർപ്പിച്ച. അവിടെ അതിന് സീക്രട്ട് ഏജന്റ് മുതൽ തോളിക്കണം. എന്ത് പണ്ടാരാടെ ഇത്? ലോട്ട ഇതെന്തെന്നാ സാധനം? ഇതുകൊണ്ടെന്നാ കാര്യോ? ഒരു ഗുണമില്ലാത്ത സാധനം എന്നിട്ട് വന്നിനി. പോവാലോ. എൻ്റെ ബോംബ് പോയി ഗായ്സ്. ബോംബ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും അങ്ങ് വെച്ച് കൊല്ലേനും. ഇവിടെ നിന്നിട്ടല്ലേ നമ്മൾ ചത്തല്ല. അങ്ങനെയാണ് ഗൈസ്. എൻ്റെ കൺട്രോൾ ഏതാ ഗൈസ്? എന്തെങ്കിലും കിട്ടിയാ? നല്ല എന്തെങ്കിലും സാധനം
ബർഗർ പോടാടുന്ന് എടുത്തുവിട്ടോ കഴിയാ. ബർഗർ കിട്ടിയിട്ടൊരു കാര്യമില്ല ഗൈസ്. എടുത്ത് ഇപ്പൊ പിന്നെയും പോയതിനെ കൺട്രോള്. എൻ്റെ ഈ ജമ്പെന്ന് മാത്രമേ വറക്കാൻ പറ്റൂ മര്യാദയ്ക്ക്. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് മുമ്പോട്ടേക്ക് പോകുന്നത്. ഓടുന്നുണ്ടല്ലേ. അയ്യേ ഈ ബ്ലോക്സിക്കോള വരും. അത് പിന്നെയും ബ്ലോക്സിക്കോള. അയ്യൻ്റെ മോനെ ഇതെന്തിനാണ് എനിക്കിത് കുറിച്ച് തീർക്കാൻ നോക്കട്ടെ. ഇത് നമുക്കൊരു പൈസ കാണിക്കത്തില്ലേ. അത് ഒരു 2 മില്യൺ ആയിക്കണേ നമുക്കൊരു വേറൊരു സാധനം വാങ്ങാം. സെറ്റ് സാധനം ഇതാവും. വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട. ഓ നമ്മള് യൂട്യൂബറാ മാക്സിമം എന്തുകൊണ്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. നമ്മളാണെന്നല്ലേ നോക്കുന്നത്. നമ്മളാണ് മാത്രമേ നോക്കുന്നത്. ബ്ലോക്ക് ചീക്കോള തരരുത്. പക്ഷെ തരരുത്. എന്താ പറയുക ഞങ്ങത്തെ ഫോൺ താഴെ വെക്കടാ. ഇപ്പം പോവോ മോന് ഫോൺ എടുത്ത് കളിച്ചിട്ട്. ഇരുപത്തിരണ്ട് പ്ലസ് 21 നമുക്കിതൊക്കെ എന്നൊക്കെ 40 എന്താ വരാത്ത ട്രെഡ്മില്ലുണ്ട്. എൻ്റെ മോനെ ചാടാ ഇവിടെ നിൽക്കി മുകളിലേക്ക്. എന്നിട്ട് എന്തോ റിവാർഡ് കിട്ടുന്നുണ്ട് തോന്നുന്നു. തുറന്ന് 4 അവിടെ എന്ത് നാടി പണ്ടാരാവാത്ത 4. എൻ്റെ പൊന്നോ ഈ ഫോണ് പിടിച്ചെടുത്ത് മാറ്റടാടുന്ന്. എടാ പൈസ കിട്ടുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതുകൊണ്ടല്ലടാ പൈസ കിട്ടൂടാ. എൻ്റെ അമ്മോ ഇപ്പൊ വീഴനെ. പൈസക്ക് കൊണ്ട് ഞാൻ എന്തും ചെയ്യും. ഇവിടെ ഇതെന്ത് നാടിയത് ഞങ്ങാത്തെ. എന്താ ആവാത്ത 22 പ്ലസ് 21. എടാ ഈ പെണ്ണ് ഏരിപ്പോടാ. എടാ എനക്ക് നമ്പർ അടിക്കാൻ കഴിയുന്നില്ല. എടാ ഇതെന്ത് ഗ്ലിച്ചാടാ. എടാ മരണ ഗ്ലിച്ചാടാ ഇത്. ഓള് പൈസ എടുത്ത് പോയി ഏരി പെണ്ണ്. എടാ എനക്ക് മാത്രം എടുക്കാൻ കഴിയുന്നില്ലടാ. പൈസ പോയി. ഇത്രയും പൈസ അവിടെ ഉണ്ടായിട്ട് എൻ്റെ മോൻ ഞാൻ ഫോണൊന്നും അയച്ചില്ല. എടാ പിന്നെ പാളായത് ഇത്. ലക്കി ബ്ലോക്ക് ഉണ്ട്. അവിടെ ഇതെന്ത് നാടാ ഇത്. അവിടെ ഇത് കള്ളക്കളി കേട്ടാ. അവിടെ ഈ പണ്ടാരും ഞെങ്ങുന്നില്ലേ ഈ ബട്ടനൊന്നും. പിന്നെന്തിനാടാ കൊണ്ടുവച്ചത്. വേസ്റ്റ് സാധനം. ശരിയായ വേസ്റ്റ് എന്നെല്ലാം പറയാൻ ഇതേ ഉള്ളൂ. ഒന്ന് പോടാടുന്ന എനക്ക് കഴിയില്ല. എടാ ഇനിയും വന്നേണ്ടേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈടെ വന്നില്ലേ. എന്നിട്ട് ഈടെ ഇങ്ങോട്ടേക്ക് ചാടിയാവണ്ടേ. ഓ ആടുന്ന് ഇങ്ങോട്ടേക്ക് ചാടിയാവണ്ടേ. മൂഞ്ചി പിന്നെയും ചാണ്ടി വരും. ചാവ് അതിനാൽ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ കഴിയൂല. ചാവട എന്താ ഇവന്താടെ ചാവാത്തെ. എൻ്റെ മോനെ ഫസ്റ്റ് ഇടുമ്പോഴെത്തി ചാവട കുരങ്ങ. മേലിലെത്താലോ പിന്നെ ഒരു ഗുണയില്ലാത്ത സംഭവം തന്നെ. അവിടെ വെറുതെ കറങ്ങി വന്നാ വയ്യ. എന്നടിയും പറയുന്നു. എൻ്റെ അമ്മോ അവിടെ ഇത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നോക്കാം. അത് ഫോൺ നോക്കുന്നുണ്ടോന്ന് തോന്നുന്നു. ഇതെന്താണ് ഇനി ആവാത്തെ. 43 തോന്നുന്നു. എൻ്റെ കയ്യിൽ നോക്കിയാ ഗൈസ് 43 പറഞ്ഞു. ഫോളോവർ ഞാൻ വിചാരിച്ച പൈസ കിട്ടും. ഫോളോവർ
എൻ്റെ പൊന്നോ എടാ എന്താടാ ഈ കളിക്കുന്നത് ഞാൻ എനക്ക് പോലും അറിയാത്ത കളിയാണ് ഞാൻ കളിക്കുന്നത്. ഞാൻ എന്തിനാടെ പിന്നെ ഇങ്ങോട്ടേക്ക് വീണേ? എന്നോട് എന്നെ ചോദിച്ചു നോക്ക്. ലോട്ട ചാവടാ. എൻ്റെ മോനെ ഇവിടുന്ന് ഇങ്ങനെ വീണം മോനെ ചാവും. ചാവലുണ്ട് പിന്നെ രക്ഷപ്പെടാം. ഇവിടെ സ്ക്യൂഡ് ഗെയിമിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് വരും. ഇവിടെ മുന്നോട്ട് ഇനി മുന്നോട്ടാവൂലടാ, ഞാൻ പറഞ്ഞല്ലേ മുന്നോട്ടാവൂല. ഞാൻ ചാവണ്ടി കളിച്ച ഞാൻ ടേസറാ. എവിടെ 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 ഷോക്ക് അടുപ്പിക്കതിനെ കൊണ്ട് ഒരാളെ ഞാൻ കാണുന്നുണ്ട്. ചോക്ലേറ്റ് ആവോ ഇപ്പൊ പിന്നെയും ഫോളോവേഴ്സിനോടാ. അയ്യോ ഇനി ഏതാടാ ചോദിച്ചേ? 37. നോക്കട്ടെ ഇതാണോ? ഇല്ലല്ലേ. ഈ എൻ്റെ മോനെ ഞാൻ ഇതിനകത്തുള്ള റിവാർഡ് നേടിയിട്ട് ഞാൻ പോവും. എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട. 41ആണോ 4ആയത്? വേറെ 1 ഇപ്പം ഇത് 1 ഇവിടെ എന്ത് നാളെ ഇത് 0 ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഇതിൻ്റെ ആൻസർ. ഞമ്മക്ക് വേഗം പോവാം. എനിക്ക് പിന്നെയും ചാകാൻ കഴിയില്ല. എൻ്റെ അമ്മ പിന്നെയും എടുത്തു പോയാൽ എല്ലാം ശ്രദ്ധിച്ച് പോകണം. വലിയ പണ്ടാറടങ്ങി പോകും. എൻ്റെ വീട്ടിൽ ടേസ്റ്റ് ഉണ്ടോ? ഞാൻ എല്ലാത്തിനും വെടിവെച്ച് പോയിട്ട് വെടിവെക്കാൻ കഴിയില്ല. ഷോക്ക് അടുപ്പി എടാ ഇത് മഞ്ഞു. വയസ്സ് നമ്മളതാന്ന് ഇതായിട്ടുണ്ട്. അയ്യോ എന്താ ഇത് സെറ്റ് ഇത് കണ്ട് നമ്മളന്ന് ഇതായിട്ടുണ്ട്. ഇവിടെ എന്നെ ഷോക്ക് അടുപ്പിച്ചു ഗൈസ്. എൻ്റെയും ഉണ്ടല്ലോ നോക്ക്. ഓളാരോടാ കളിക്കുന്നു മോനെ? അല്ല ഞാൻ 1 2 3 1 കളി. സല്യൂട്ട് അടിച്ചോണ്ട് ഇപ്പം ചാവാം. അതാണ് നമ്മളെ വിധി. ഞാൻ ഇപ്പം എല്ലാം ഒന്നും ചോദിച്ചില്ല. ഓളെ ചവിട നോക്കിയെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലോ ഒന്ന് ഗൈസ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത്. നമ്മളൊന്ന് കൊടുക്കണം. ഒന്ന് ഓള് എടുത്തോള്. അതന്നല്ലേ. വാ മോളു. ഇതല്ലേ നമ്മൾ കുറേ കണ്ടതാണ്. മോളാടെ ഇരുന്നിട്ട് ശരിയാക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് ഷോക്കടിക്കും. ഓളെ നമ്മളോടെ കളി അടിച്ച് പഠിപ്പിച്ചാണ്. ഓള് നമ്മളെ പഠിപ്പിക്കാൻ വന്നി. ഈഗോ ഗൈസ് ഈഗോ അടിച്ച ഒരുത്തനെ വിടൂല കേട്ടാ. ബാക്കിൽ നിന്ന് അവള് വരുന്നുണ്ട്. ഞാനില്ല, ഞാനിവിടെ വന്ന് നിൽക്കുന്ന സാർ. യെസ് സാർ. ഇങ്ങുവാ അവിടെ ഉണ്ടല്ലേ. ഏതായാലും ഇങ്ങോട്ടേക്കല്ലേ കയറിയില്ല. ട്രോളിങ് ഉണ്ട് ഇവിടെ. പക്ഷേ ട്രോളിങ് ഉണ്ടായിരുന്നു. ഓളെ നമ്മളവിടെ ഈ തോക്കെടുത്താൽ പിന്നെ ഇത് പരസ്യം വരും. വേണ്ടേ പണ്ടാരോ ഇങ്ങോട്ട് ഇപ്പം വരും. മച്ചത്തിക്കാടത്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ ഗിഫ്റ്റ് കിട്ടുന്നുള്ളൂ. റിവാർഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട് മച്ചത്തി കളിക്കുന്ന കളിയാണ്. അത് നമ്മൾ ശ്രമിക്കണ്ട. എടുക്കണേ കിടന്നിട്ട് ഓള് പന്ന റെഡിയാക്കാൻ വന്നിനി പോണേ. ഓള് നമ്മളെ പേടിപ്പിക്കുന്നു. സല്യൂട്ട് അടിച്ചിട്ടേ പോവുള്ളൂ. സല്യൂട്ട് അടിക്കാണ്ട് ഓരോരുത്തും പോവില്ല. നമ്മൾ റിവഞ്ച് കൊടുത്തില്ലേ? 2 റിവഞ്ച്. യെസ് സാർ. റിവഞ്ച് ഇപ്പം തിരിച്ച് നമുക്ക് കിട്ടും. ത്യാഗിയെന്നാ തോന്നുന്നു. പിന്നെയും വരുന്നുണ്ട് കയറിയിട്ട്. മലകൾ മറ്റേ പണ്ടത്തെ അമ്മമാരെല്ലാം പറയുന്ന ഡയലോഗ്. മലകൾ താണ്ടി വെള്ളച്ചാട്ടങ്ങൾ താണ്ടിയാണ് ഞാൻ പോയത് സ്കൂളിലേക്ക് പഠിച്ചു. അതാരാ
റിവഞ്ച് എടുക്കാൻ വന്നിനാ. അടിക്കടാ 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 അടിച്ച് കൊടുക്കടാ അങ്ങേ. എൻ്റെ മോനെ ഇവിടെ നമ്മളടുത്ത് റിവഞ്ച് അടിക്കാൻ വന്നടാ അവള്. എന്തെന്നാണ് ഇവള് ചവിടി ഞാൻ പൊളിച്ചാ. ഇങ്ങ് വേണേ ധൈര്യം ഉണ്ടെങ്കിൽ വേണേ. ധൈര്യമില്ലാത്തവളെ വരുന്നുണ്ട്. ചാവടി 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 ചത്ത് പെരുകടി. ഇത് ശവത്തെ ഞാൻ കുത്തു. ചാവടി ഓളൊന്ന് ഉണ്ടാക്കി വെക്കണം. എന്താണ് എനിക്ക് അടിച്ച് കൊന്ന് പണ്ടാരടിക്കളയും കേട്ടേ പന്നത്തി. ഓള് നമ്മളെ പഠിപ്പിക്കാൻ വന്നേ. ഇത് ചീർലിടാ ഇനി പോണേ അവിടുന്ന്. മ്യാറോസോടെ പോണേ അടിച്ചോളിയോ. എൻ്റെ മോനെ എടാ വീടാ ടേസ്റ്റ് എടുത്ത് വെക്കടാ. അന്നേരം ഒരു ടേസ്റ്റ്. നമുക്ക് ഡാൻസ് അല്ലാണ്ട് പിന്നൊന്നും അറിയാൻ 24 മണിക്കൂർ നമ്മൾ എൻ്റെ മോനെ ഗൈസ് ഇങ്ങള് കാണുമ്പം ചെറിയ ഈസി ആയിരിക്കും, പക്ഷെ കളിച്ചു നോക്കണം ഗൈസ്. നിങ്ങളെ അവിടെ ചോപ്പ് ലക്കി ബ്ലോക്ക് ഉണ്ട്, തുറന്നൊക്കെ എന്തെങ്കിലും കിട്ടിയ അടിപൊളി. ഒരു തോക്ക് നോക്കട്ടെ മോനെ. അതാ സെറ്റ് പാക്ക് മതി. ബർഗറിൻ്റെ അവിടെ എന്ത് നോക്കിയാലും ബർഗർ. അവിടെ ആർക്കാണ് ഞാൻ ഇപ്പോൾ ബർഗർ പിടിയത്? ഞാൻ ബർഗർ പിടിയിട്ടും തുറന്നിനാടാ ഇങ്ങനെ ബർഗർ തരാൻ. മാർക്ക് എങ്ങനെയാണ് ഇത്രയും ബർഗർ കിട്ടുന്നത്? ഒന്നൊക്കെയായി ജെറ്റ് പാക്ക് അല്ല, പക്ഷെ ജെറ്റ് പാക്ക് അല്ല ഇത് പാരച്യൂട്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തന്നാൽ പോരെ. ഈടുന്ന് നമ്മൾ കുറച്ച് സീനാകും ഗൈസ്. ഗോത്ത് കണ്ട ഗൈസ് പൊളിച്ചില്ലേ കണ്ട നമ്മൾ ഗോത്തായി. റൈസിങ് സ്റ്റാർ എന്നാണ് അതിൻ്റെ. റൈസിങ് സ്റ്റാർ വെച്ചാൽ തിളങ്ങുന്ന സ്റ്റാർ. നമ്മൾ അത്രയ്ക്ക് ഇനെത്തി. സൂം ചെയ്യട്ടെ കണ്ടാ നമ്മൾ റൈസിങ് സ്റ്റാറാണ്. തിളങ്ങുന്ന സ്റ്റാർ എന്ന് അതിൻ്റെ അർത്ഥം. തിളങ്ങുന്ന നക്ഷത്രം. ഇനി ഇതിൻ്റെ അർത്ഥം ആയിരിക്കും അറിയാത്തേ. എൻ്റെ മോനെ അവിടെ ഇവർ ഭയങ്കര പാടല്ലാതായിരുന്നു. ഒരു ഗോത്ത് എൻ്റെ ബാക്കിലുണ്ട്, മറ്റേ പോത്താണ്ടെന്നാ പയ്യന്. പോത്ത് ഗോത്തായിട്ട് വരുന്നേ ആയിരിക്കും. ഇത് വീണ എനക്ക് കൈ ഞാനിത് വിന്നറിൻ്റെ അടുത്ത് എത്തി. ഗൈസടാ ഇതിനകത്ത് വീറടാ എന്ത് നാടാ. പിന്നെ ഈ ഗോത്തിൻ്റെ അടുത്ത് തന്നെ വരണോ? പ്ലീസ് പ്ലീസ് ബ്രോ, എന്താണിത് ആടുന്ന് കിട്ടാത്തേ? പണ്ടാരം പിടിക്കണേ. ഇവക്ക് കുറച്ച് ഷോക്ക് എടുക്കും. അതായത് ഇവിടെ ഈ പണ്ടാരത്തിന് അത് കേറാനും കഴിയുന്നില്ല. പ്ലീസ് എടാ എന്താടാ ഇവന്മാര് വേണ്ടേ? ഇതിനാണ് ഇവ കേറാൻ കഴിയില്ല. ശ്രദ്ധിച്ചു നോക്കണം. ഈഗോ അടുപ്പിച്ച് എൻ്റെ ഗായ്സ് ഇതെന്തെന്നായി പണ്ടാരം കൊണ്ട് തോറ്റ് ഞാൻ. അയ്യോ ഗായ്സ് നമ്മൾ തീരത്തെ മൂഞ്ചി. അവിടെ എന്താടാ ആടെ എത്തുമ്പോൾ മാത്രം ഒരു പ്രത്യേകത. ആടെ എത്തുന്നവരെ ഒരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്നയാ. അവിടെ നമുക്കിത് നടക്കൂല. പെണ്ണ അയ്യേ റൈസിങ് സ്റ്റാർ പെണ്ണ. ഗൈസ് ഇതിനകത്ത് നമ്മൾ കുറച്ച് പാടുപെടും ഗൈസ്. ഞാൻ ഒന്ന് ക്യാമറ ഓഫ് ആക്കിയിട്ട് വേഗം ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. അപ്പോൾ ഗൈസ് അവസാനം നമ്മൾ വീഡിയോ എത്തി കഴിഞ്ഞു. എൻ്റെ മോനെ ഗൈസ് എനിക്കിത് നിർത്തേണ്ടി വരുമെന്നാണ് തോന്നുന്നു ഗൈസ്. എനിക്ക് കഴിയില്ല, ഇത് എത്ര ഞാൻ എന്നാ ഞാനിത് ചെയ്യണ്ടേ? എനിക്ക് ഇന്നത്തെ ഒരു മോചനില്ലേ?
ഒരു കാര്യം ചെയ്യാം, ഫറി ആയോക്കട്ടെ. ഗേളിൻ്റെ ഒന്നല്ല, എന്നാലും എടുത്ത് നോക്കി. ഫറി അവിടെ. എൻ്റെ അമ്മോണാണ് ഫറി ആയിട്ടെങ്കിൽ അത് കയറാൻ പറ്റണേ. 100K ഫോളോവർ പിന്നെയും കയറിയ. ഓക്കെ, നമ്മളിപ്പോൾ യൂണീക്ക് ആയിട്ടുള്ളത് എടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അത് തന്നെ ഇതിൻ്റെ ഇത്. നമുക്ക് അത് പറ്റുന്നില്ല. നമുക്കിത് അടുത്ത വീഡിയോ അടുത്തൊരു പാർട്ടാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ എത്തി. ഒരു കപ്പ് കാണില്ല, ഈ കപ്പിൻ്റെ അവിടെ എത്തി. നമ്മൾ ഈ സെലിബ്രിറ്റിയും കൂടി ആയാൽ മതി. അത് നമുക്കൊരു അടുത്തൊരു വീഡിയോയിലേക്ക് എന്തായാലും ചെയ്യാം. ഇപ്പോൾ വീഡിയോ കുറച്ച് ലോങ് ആയി പോയാന്നുള്ളൊരു സംശയമുണ്ട്. പ്രശ്നമില്ല. പിന്നെ ആരാ ലാസ്റ്റ് ഇവനെയും കൂടി ഒന്ന് ഷോക്ക് എടുത്തേക്കാം. ഓനെയും കൂടി ഷോക്ക് എടുത്തിട്ട് ഇതാണ് വെറുതെ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്? ഓനെ ഗോത്താക്കി ഞാൻ പോത്ത് പോലെ കടന്നു ഓടുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.